ജിഷ്ണു പ്രണോയുടെ മരണം നടന്നിട്ട് 80 ദിവസം പിന്നിടുന്നു. ഇപ്പോഴും കുറ്റക്കാരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ പോലീസിന് സാധിച്ചിട്ടില്ല. നീതി തേടി പോലീസിന് മുന്നിലെത്തിയ അമ്മയ്ക്ക് നേരിടേണ്ടി വന്നത് ക്രൂരമർദ്ദനം. കേരള സമൂഹം ഈ വിഷയത്തോട് എങ്ങനെ പ്രതികരിക്കുന്നു? അമ്മ എന്ന നിലയിലും സ്ത്രീ എന്ന നിലയിലും ജിഷ്ണുവിന്റെ അമ്മ നേരിട്ട പ്രശ്നങ്ങളോട് വികാരഭരിതമായാണ് പലരും പ്രതികരിച്ചത്. നമ്മളൊക്കെ ഒരു അമ്മയായിട്ട് ഇപ്പോഴും ജീവിക്കുന്നത്. നമ്മൾ മോനെ പുറത്തേക്ക് പോകുമ്പോൾ നമ്മൾ എൻ്റെ മോനെ എന്താ പറ്റി, അതേമാതിരിയുള്ളൊരു വിഷമമാണ് ഈ വിഷ്ണുവിൻ്റെ. അതുകൊണ്ട് നമുക്കൊക്കെ വല്ലാത്തൊരു ദുഃഖമുണ്ട്. വിഷ്ണുവിൻ്റെ അമ്മക്ക് ഇന്ന് ഇങ്ങനെ സംഭവിച്ചതിനു വളരെ ഖേദം. നട്ടലില്ലാത്ത സർക്കാരിനെ ജനങ്ങൾക്ക് ആവശ്യമില്ലെന്ന് ഒരു വിഭാഗം. കണ്ടപ്പോൾ ഉണ്ടായ രോഷം ഉണ്ടല്ലോ, പറയാൻ പറ്റൂല, അത്രയ്ക്ക് ഇതായിപ്പോയി. അപ്പം ഞാൻ ഇങ്ങനെ പറയാം, അടിച്ച് നിരത്തി കാണണം, വേണ്ട, നമ്മളാരും വേണ്ട അല്ലേ, നമ്മളാരും ജീവിക്കണ്ട, അതാ പറയാനല്ലേ. മൗനാണ് പാലിക്കുന്നത്, കൈയും കെട്ടി നിൽക്കുകയാണ്. പിന്നെ ഭരിക്കുന്ന ആൾക്ക് നല്ല നട്ടലില്ലെങ്കിൽ അയാളൊക്കെ മാറുന്ന തന്നെയാ നല്ലേ. ഈ ഒരു ഭരണം എന്തിനാ? തനി ആവർത്തനം എന്ന നിലയിൽ ഇത്തരം സംഭവങ്ങൾ ഇനി ഉണ്ടാവാൻ പാടില്ലെന്നും പ്രതികരണം. മർദ്ദനം നടന്നത് എന്തായാലും ശരിയായൊരു നടപടിയല്ല. കാരണം ജനങ്ങൾക്ക് പ്രതികരിക്കാനുള്ള അവകാശത്തോടുള്ളൊരു കടന്നുകയറ്റാണ്. ഒരു ആക്രമണം ഒരിക്കലും ശരിയല്ല. ജിഷ്ണുവിൻ്റെ അമ്മയ്ക്ക് നീതി കിട്ടിയില്ലെങ്കിൽ പിന്നെ നീതിന്യായ വ്യവസ്ഥ തന്നെ ഒരു പരാജയമായിരിക്കും. അതേസമയം ഇരുവിഭാഗത്തെ ന്യായീകരിച്ചും ചിലർ രംഗത്തെത്തി. പോലീസ് അടിച്ചമർത്തി എന്ന് വെച്ചാൽ അവരുടെ ഡ്യൂട്ടിയാണ്, അവർക്ക് ക്രമസമാധാനം പാലിച്ചല്ലേ പറ്റുള്ളൂ. പിന്നെ ആ ഒരു സമാധാന രീതിയിൽ നീതി നടപ്പിലാക്കണം എന്നുള്ളത് അവരുടെ ഭാഗത്തുനിന്നും പോലീസും ചിന്തിക്കണം, പോലീസിൻ്റെ ഭാഗത്തുനിന്നും നമ്മളും ചിന്തിക്കണം. കാരണം അവരുടെ കാരണം കൊണ്ട് ബാക്കി ആർക്കെങ്കിലും എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ അതിന് നമ്മൾ ഉത്തരം പറയണം. അപ്പോൾ അവരുടെ ഭാഗത്തുനിന്ന് ചിന്തിക്കുമ്പോൾ അത് ശരിയാണ്. പക്ഷെ അവരൊരു അമ്മയാണ്, അവരുടെ വേദന മനസ്സിലാക്കി ആ സിറ്റുവേഷനിൽ അവർക്ക് ഇത്രയും കൂടെ അത് പാലിക്കാമായിരുന്നു. എന്തായാലും വരും ദിവസങ്ങളിൽ ഈ വിഷയത്തിൽ പ്രതിഷേധം ശക്തമാകും. ഇത് സർക്കാരിനെ വലിയ തോതിൽ സമ്മർദ്ദത്തിലാക്കും. ഷഹദ് റഹ്മാൻ, റിപ്പോർട്ടർ, കോഴിക്കോട്.